ഇന്നൊരു ഫിഷ് മോളി ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇപ്പോൾ ഇഷ്ടംപോലെ കരിമീനൊക്കെ വരുന്നുണ്ടല്ലോ. ഞാനിവിടെ ഒരു 3 കരിമീൻ എടുത്തിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്ത് നന്നായിട്ട് വരഞ്ഞ് വെച്ചേക്കുവാണ്. പിന്നെ ഒരു മീഡിയം സൈസിൽ 3 കരിമീനാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇതിനകത്തുനിന്ന് പുരട്ടി വയ്ക്കാൻ ഒരു മസാല തയ്യാറാക്കാവേ. അതിനകത്ത് 4 പച്ചമുളകുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുണ്ട്, ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്, ഒരു 7 വെളുത്തുള്ളിയുടെ അല്ലിയുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, കരിവേപ്പിലയുണ്ട്, ഒരു അര മുറി നാരങ്ങ നീര് അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഉപ്പും ഇട്ട് ഇതിന് നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയിൽ. ഇത് നമുക്ക് മീനിനകത്ത് പുരട്ടി വെക്കാം കേട്ടോ. ഇതിപ്പോൾ മീനിനകത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാമേ. ഒരു 20 തൊട്ട് അരമണിക്കൂർ വരെയൊക്കെ ഇരിക്കും, നല്ലതായിരിക്കും അത് പിടിക്കുക. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തു. ഇതിന് ഏറ്റവും നല്ലത് തേങ്ങാപ്പാലാണ്. പാൻ ഞാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഒഴിച്ചാൽ അതിൻ്റെ ആ ഒറിജിനൽ ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ സൺഫ്ലവറൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ അത്രയും ആ ഒരു ടേസ്റ്റ് വരത്തില്ല. നമുക്കിനി ഇത് ഇതിനകത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഒത്തിരി ഡീപ് ഫ്രൈ ഒന്നും വേണ്ട, ഒരു ഷാലോ ഫ്രൈ മതി. അത് വയ്ക്കുമ്പോൾ നമ്മളുടെ ഗ്രേവി ഒരിത്തിരി മിച്ചം വന്ന് നമുക്കിതിനകത്ത് സൂപ്പർ പണി ചെയ്യാമേ. ഈ ഗ്രേവിക്കകത്തേക്ക് നമുക്ക് ഒരു തക്കാളി, വലുതാണെങ്കിൽ ഒരു തക്കാളി, ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം വയ്ക്കാം കേട്ടോ. സ്ലൈസ് ആയിട്ട് വെച്ച് ഈ മസാലയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം അല്ലെങ്കിൽ തക്കാളി എടുക്കുമ്പോഴത്തേക്കും ഒരു പച്ചപ്പായിരിക്കും. ഇപ്പം എൻ്റെ മീനെല്ലാം വറുത്തു. നമുക്കിനി തക്കാളിയും കൂടി ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പാനൊന്ന് മാറ്റിയായിരുന്നു കേട്ടോ, അത് അടി പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തക്കാളി എല്ലാം ഫ്രൈ ആയി, നമുക്കതെല്ലാം മാറ്റി. ഇപ്പോൾ ഇത് ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിക്കകത്ത് വേണം എപ്പോഴും മീൻകറിയൊക്കെ വയ്ക്കാൻ, എന്നാലും അതിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. മിച്ചം വന്ന എണ്ണയാണ് ഞാൻ അതിനകത്ത് ഒഴിച്ചത്. ഇനി ഒരു സ്വല്പം കൂടെ വെളിച്ചെണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാമേ. ഇത് വെളിച്ചെണ്ണയിൽ ചെയ്താലേ അതിൻ്റെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് വരത്തുള്ളൂ. അതിനാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് കേട്ടോ. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇട്ട് പൊട്ടിക്കാനായിട്ട് ഒരു ചെറിയ മീഡിയം സൈസിലെ പട്ടയാണ് പിന്നെ എടുത്തേക്കുന്നത്. ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഉലുവ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിട്ടെ. ഇതെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാമേ. ഞാൻ എന്നിട്ട് മീഡിയം സൈസിൽ 2 സവോള എടുത്തേക്കുന്നു. സവോള ഏറെ ഉള്ളത് നല്ലതാണ്, കാരണം അപ്പത്തിനൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ഗ്രേവി കിട്ടാനായിട്ട് സവോള നല്ലതായിരിക്കും. ഒരു 4 പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലെ ഇഞ്ചി ഞാനത് നല്ല നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു കുടത്തോളം ഉണ്ടായിരുന്നു, ചെറിയ കുടമായിരുന്നു വെളുത്തുള്ളി അരിഞ്ഞത്. പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്ക് ആദ്യം ഈ പൊട്ടിയതിനകത്തേക്ക് സവോള ഇട്ട് കൊടുക്കാമേ. നമുക്കറിയാമല്ലോ, സവോള നന്നായിട്ട് വഴറ്റുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. പെട്ടെന്ന് സവോള വഴന്ന് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നോക്ക്, സവോള ഏകദേശം ഒരു ഹാഫ് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടി ഇട്ട് അതിനകത്ത് വഴറ്റാം. ഇപ്പോൾ ഒരു കുറച്ച് വഴന്നിട്ടുണ്ട്, നന്നായിട്ട് ഏകദേശം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കതിനകത്ത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഒരുപാട് ഇടരുത്, കാരണം കളർ വരുമ്പോഴത്തേക്ക് അപ്പടി ഒരു വ്യത്യാസം വരും. കുറച്ച് മതി, 1 ടീസ്പൂൺ മതി. ഓൾറെഡി നമ്മൾ മീൻ പുരട്ടിയപ്പോഴും വെച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് നന്നായിട്ട് മഞ്ഞളൊക്കെ മൂത്തു. ഇനി നമുക്കതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വെച്ചിട്ടുണ്ട്, അത് നമുക്കതിനകത്തേക്ക് ഇടാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റണേ. മല്ലിയുടെ പച്ചമണം എല്ലാം പോയി നല്ലതായിട്ട് നല്ല മണം വരുന്നുണ്ട്. അപ്പം ഞാനൊരു 1 ടീസ്പൂൺ കുരുമുളക് പൊടി അതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്. നോക്ക്, ഇപ്പം എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി, എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. ഇനി നമുക്ക് അരമുറി തേങ്ങ ചിരണ്ടി അതിൻ്റെ പാലെടുത്താണ് ഞാനിത്. അരമുറി തേങ്ങ എടുത്തിട്ടുള്ളൂ.
അതിൻ്റെ രണ്ടാം പാലാണ്. ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് അവസാനം നമുക്ക് ഒഴിക്കാം. ഇതൊഴിച്ചു, പാലൊഴിച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 3 മീൻ ഇട്ടു. നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരിത്തിരി നേരം വേവിക്കാം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണേ, കാരണം സ്പൂൺ ഇടരുത്. സ്പൂൺ ഇട്ടാൽ നമ്മുടെ മീനൊക്കെ പൊട്ടിപ്പോവും. പൊട്ടിപ്പോവാതെ എടുക്കാനായിട്ട് നമുക്ക് അത് അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതെ, 1-2 പ്രാവശ്യം ചുറ്റിയാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ മീൻ അടിയിൽ പിടിക്കുമ്പോഴത്തേക്ക് അതിന് ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. നമുക്കറിയാമല്ലോ, മീനൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ചട്ടി ഒരു ഇത്തിരി തുറന്ന് വയ്ക്കണം, അതിൻ്റെ ആവിയെല്ലാം പുറത്തേക്ക് പോകാനായിട്ട്. ഇപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് പുളി നോക്കണേ, കാരണം ഇവിടെ കുട്ടികൾക്ക് പുളി വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണും കൂടെ എക്സ്ട്രാ ചേർക്കാം കേട്ടോ. ഇനിയിപ്പം ഉപ്പ് നോക്കുക. ഉപ്പ് പാകത്തിനാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്രൈ ചെയ്യണതിൻ്റെ ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ആ ഒരു പച്ച തക്കാളിയുടെ ടേസ്റ്റ് അങ്ങ് മാറി കിട്ടിക്കോളും. ഇപ്പം ഞാൻ 1-ാം പാൽ ഒഴിക്കാൻ പോവാണ്. ഇതിനകത്ത് ഞാൻ 1 ടീസ്പൂൺ കശുവണ്ടി അരച്ചത് ചേർത്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ആൻറ്റി പഠിപ്പിച്ചതാണ് കേട്ടോ, കശുവണ്ടി ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഇനി അത് 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ചൂറ്റിച്ച് 1 തിള മാത്രം മതി. 1 തിളച്ച് കഴിയുമ്പോഴത്തേക്കും അത് റെഡിയായി, ഫിഷ് മോളി റെഡിയായി. നോക്ക്, മുഴുവൻ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല റെഡിയായി. ഇനിയിപ്പോൾ ഒരിത്തിരി ഗാർണിഷിങ്ങിന് ഇത്തിരി പച്ച കറിവേപ്പിലയും ഒരിത്തിരി ഉള്ളി വറുത്തത് കൂടെ ഇട്ട്, നിർബന്ധമല്ല കേട്ടോ, ഞാൻ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തിരി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നല്ലതായിരിക്കും. ഇപ്പം നമ്മുടെ ഫിഷ് മോള് റെഡിയായി. നോക്ക്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കമൻറ്റ് പറയണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ. താങ്ക് യു.